ഹായ് എവരിബഡി, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേരളത്തിലെ വളരെ പോപ്പുലറായിട്ട് ഉള്ളതും വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളതായ ഒരു ഫിഷിൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഏത് മീനും നമുക്കിത് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇത് ആക്ച്വലി ഫിഷ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മസാല അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്തിട്ട് ബനാന ലീഫ് അല്ലെ വാഴയിലയിൽ റാപ്പ് ചെയ്തിട്ട് വീണ്ടും അത് ഗ്രിൽ ചെയ്ത് എടുക്കുന്നതായ ഒരു ഡിഷാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയാം, നിങ്ങൾക്കിത് അറിയാവുന്ന മറ്റൊന്നുമല്ല, ഫിഷ് പൊള്ളിച്ചതെന്നാണ്. അത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഇവിടെ മീൻ മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് കരിമീൻ ആണ് എടുത്തേക്കുന്നത്, പേൾ സ്പോട്ട്. നമ്മൾക്ക് ഈ മീൻ വേണമെന്നൊന്നുമില്ല. ആവോലിയോ അയല, ഈവൻ മത്തി, എന്തായാലും നല്ല ഫിഷ്, ഒരു കിങ് ഫിഷോ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 700 grams ഓഫ് മീനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനകത്ത് മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഒരു ടീസ്പൂണ് നോർമൽ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അത് രണ്ടും കൂടെ 1 tablespoon. ദെൻ ഒരു 3/4 ടീസ്പൂണ് സോൾട്ട്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങ നീര്, 1 ടീസ്പൂണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 തണ്ട് കറി ലീവ്സ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ മീനയിൽ നന്നായിട്ട് പുരട്ടി വെച്ച് ഒരു 30 minutes റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മസാലയെല്ലാം മീനയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം, മിനിമം 30 minutes അത് മതി. അത് നമുക്ക് ഈ മസാലയെല്ലാം ഈ മീനെ പിടിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 tablespoons കോക്കനട്ട് ഓയിൽ, തേങ്ങ എണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഹോളാണ്, ഫെനിഗ്രീക്ക്, അത് ഇടുക. അതിലേക്ക് ഒരു 1 കപ്പ് ചെറിയ ഉള്ളി, അത് 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ആകും നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒന്ന് വഴറ്റുക, ഒരു 3 minutes. ചെറിയ ഉള്ളി ഒരുവിധം വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായാലും കുഴപ്പമില്ല. പേസ്റ്റ് കയ്യിലുള്ളവർ അത് യൂസ് ചെയ്യുക, അതല്ലാത്തവർ അത് കട്ട് ചെയ്ത് ഒരു 1 ടീസ്പൂൺ രണ്ടും കൂടെ മതി.
അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ അതിലേക്ക് 2 തണ്ട് കറി ലീഫ് ഇടുന്നു. അതുപോലെ ഒരു പച്ചമുളക്, 1 ചില്ലി. അതൊന്ന് അതിൻ്റെ ആ റോസ് സ്മെല്ലൊന്ന് മാറുക. ഒരു 30 സെക്കൻഡ്സ് മതി. റോസ് സ്മെൽ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 മീഡിയം വലിപ്പത്തിലുള്ളതായ ടൊമാറ്റോ ചോപ്പ് ചെയ്തതാണ്. വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ഗ്രേവി ഈ ഗ്രേവി നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 വലിയ മീനിന്, അതായത് 500 to 600 grams ഓഫ് മീനിന് ഈ മസാല മതിയായിരിക്കും. ഇത് ഒരു 4 മിനിറ്റ്സ്, അതായത് അത് നല്ല ഈ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ആ ടൈം വരെ ഇത് കുക്ക് ചെയ്യുക. മഷി ഫോമിലെത്തണം. ഇത് ഈ സ്റ്റേജിൽ എത്താൻ വേണ്ടി ഒരു 4 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി സ്പൈസസ് പൗഡർ നമുക്ക് ചേർക്കാം. ഒരു ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 tablespoon coriander powder, 1 tablespoon ചില്ലി പൗഡർ. അതായത് ഞാനിവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 നോർമൽ പൗഡറും 1 ടീസ്പൂണ് കാശ്മീരി പൗഡറും യൂസ് ചെയ്യാം. അതല്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. ദെൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. ദെൻ ഒരു 1/2 ടേബിൾ സ്പൂണ് സോൾട്ട് കൂടെ ചേർക്കുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അധികം നേരം ഒന്നും വെക്കണ്ട. ഇതും അതുപോലെ തന്നെ ഒരു 30 seconds to 1 minute അതിൻ്റെ അവസ്ഥയുള്ളൂ. ആ റോസ് സ്മെല്ലൊന്ന് മാറണം. ഒരു 30 seconds കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് പിഴുപുളി ടാമരിൻ ജ്യൂസ്, അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക്. എന്നിട്ട് ഇത് ഒരു 2 to 3 minutes ഈ എന്താ പറയുക നല്ല തിക്കായിട്ട് നമുക്ക് ഈ മസാല കിട്ടണം. അത് കഴിഞ്ഞ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഓൾറെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1 or 2 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ. നന്നായിട്ട് ഇതാവുക. ആ സമയം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതിൽ ഈ ഫോമിൽ നമ്മൾ എടുക്കണം. ലിക്വിഡായിട്ടുള്ളതെല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം. ഇവിടെ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിനി ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തവ വെച്ചിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മീൻ അങ്ങോട്ടിടാം. ഒരു 1 സൈഡ് ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചിട്ട് അഗെയിൻ 3 മിനിറ്റ്സ് അങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്ത് എടുക്കുക. 3 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിത് ഫ്ലിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതും ഈ സൈഡും 3 മിനിറ്റ്സ് കുക്കാവുക. ഇപ്പോൾ 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ഇത് റാപ്പ് ചെയ്യാം.
ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനിയും ഫിഷ് റാപ്പ് ചെയ്യാൻ വേണ്ടി ഇല, വാഴയില എങ്ങനെ വാഴയില നമുക്ക് വാട്ടാം. വാഴയില വാട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വാട്ടി കഴിയുമ്പം അത് ഇല സോഫ്റ്റ് ആകും, അതുപോലെ തന്നെ അത് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇലയില്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പറോ യൂസ് ചെയ്യാം. പിന്നെ ഓക്കെ, നമുക്ക് റാപ്പ് ചെയ്യാൻ ആദ്യം കുറച്ച് വെളുത്തുള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, പിന്നെ അല്പം കറി ലീവ്സ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആദ്യം ആ കുക്ക് ചെയ്ത മസാല ഉണ്ടല്ലോ അത് ഇലയിൽ ആക്കി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ആ മസാല നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ മീൻ വെക്കുക. അതിനുശേഷം എഗെയിൻ കുറച്ച് മസാല കൂടെ എടുത്ത് അതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ ഫിഷിൻ്റെ മേളിലും നമ്മൾ മസാല എടുത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അല്പം കറി ലീവ്സ് വെക്കുക. പിന്നെ ഗാർലിക്, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി തിന്നായിട്ട് അരഞ്ഞത്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി നമുക്ക് ഇത് റാപ്പ് ചെയ്യാം. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ശേഷം എന്നിട്ട് ഇത് വെച്ച് ത്രെഡ് വെച്ച് നമുക്ക് ഒന്ന് ടൈ ചെയ്തെടുക്കാം. ഞാനിവിടെ നൂല് വെച്ച് ഇതൊന്ന് റാപ്പ് ചെയ്ത് എടുക്കുകയാണ്. നമ്മുടെ പാഴ്സൽ ഈസ് റെഡി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇതേപോലെ തന്നെ സെയിം ഇതിൽ ബാക്കിയുള്ള ഫിഷ് ചെയ്യുക. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ തവ വെക്കുക. എന്നിട്ട് ഒരു 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ തവയിൽ ഒഴിച്ച ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളുടെ ഈ പാഴ്സൽ ഇതിനകത്ത് വെക്കുക. തീ മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് 3 മിനിറ്റ്സ് വൺ സൈഡ്, അല്ലെങ്കിൽ 3 വേണം, ഓക്കെ 4 മിനിറ്റ്സ് വൺ സൈഡ്. പിന്നെ അത് ഫ്ലിപ്പ് ചെയ്ത് അഗെയിൻ 4 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. ഇനിയും നമ്മളുടെ ഇല ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞ അലുമിനിയം ഫോയിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്ന. അലുമിനിയം ഫോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സെയിം വെയ് തന്നെ പാഴ്സലാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈയിങ് പാനിൽ വെച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാം. അതല്ല പാർച്ച്മെൻറ്റ് പേപ്പറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഗ്രിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. OTG ഇപ്പം OTG പിന്നെ 170 ഡിഗ്രിയിൽ OTG 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തേച്ച് പിന്നെ ഓവൻ ഗ്രിൽ മോഡിൽ വെച്ചിട്ട് 10 to 12 മിനിറ്റ്സ് മതി. അത് പാതി ഒരു ഹാഫ് മിനിറ്റ്സ് ആകുമ്പോൾ അവൻ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്തിടുക. അല്ല എയർ ഫ്രയറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെ 200 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ്സ് മതി. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുക. പിന്നെയും 5 മിനിറ്റ്സ് കൂടെ എയർ ഫ്രയറിൽ വെക്കുക. അതിനുശേഷം പിന്നെ എടുക്കുക. അതാണ് 3 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ കേരളത്തിൽ എല്ലാവരും ഈ മെത്തേഡിലാണ്, ഈ ഇലയിൽ ആണ് ഈ കുട്ടനാടൻ സൈഡിലൊക്കെ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ്
ഞാനപ്പോൾ അതൊന്ന് എന്താ പറയുന്ന മീനൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണേ. എന്നിട്ടേക്ക് ഇതിനെ മൂടി വെച്ച് ഒരു 4 മിനിറ്റ്സ് അല്ലെ 4-4.5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഓൾറെഡി 2 കഴിഞ്ഞു, ഇനി ഒരു 2.5 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിടാം. ഇപ്പം ഒരു 4.5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. 4 to 5 കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഞാനത് തിരിച്ചു. ഈ സൈഡും അതേ ടൈമിൽ തന്നെ കിടക്കട്ടെ, ഒരു 4.5 to 5. ഇപ്പോൾ ടൈം കഴിഞ്ഞു, കറക്റ്റ് ടൈം. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഫിഷും ഇതേ സെയിം വേയിൽ ചെയ്തെടുക്കുക. ഇവിടെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുക. ഇത് നല്ല മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ സെർവ് ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്ക് സ്റ്റീം റൈസ്, കേരളത്തിലെ മട്ട റൈസ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അല്ല എങ്കിൽ നമ്മൾക്ക് നല്ല കപ്പ പുഴുങ്ങിയത്, കപ്പ വേവിച്ചത്, പാൽക്കപ്പ ഓക്കെ. ഇനി അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതില്ലേ ഇടിയപ്പം, പാലപ്പം, വെള്ളയപ്പം ഒക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സേവ് ചെയ്യാം. അല്ല ഇത് നല്ലൊരു പറഞ്ഞാൽ ഒരു ആപ്പിറ്റൈസർ കൂടെ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ഔട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരിക. താങ്ക് യു.